എറണാകുളം മലയിടം തുരുത്ത് ഉന്നതിയിലാണ് കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി അഭിഭാഷക കമ്മീഷൻ എത്തുന്നത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. വനിതാ പോലീസുകാരുണ്ടായില്ല, ജീപ്പിലുണ്ടായില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ പിടിവലിയിലാണ് കണ്ടത്. ആണുങ്ങളെ വനിതാ പോലീസ് വീട് വിളിക്കാൻ എന്റെ മോനെ ഞാൻ കൈയുടെ വരുത്തുന്ന നല്ല അടി അടിച്ചിട്ടുണ്ട്. വേറെ വനിതാ പോലീസ് കൊണ്ട് ഞങ്ങളൊക്കെ വലിച്ചു ചിറ്റിച്ച് നെറ്റിയെ തല്ല ഒരു പോലീസുകാരനാ, ആൺ പോലീസ്. അവിടെ അങ്ങോട്ട് നീങ്ങിപ്പ എവിടെ കണ്ട ഇതെവിടെ ഈ വഴിയിൽ വെച്ച് ആ താഴത്തേക്ക് പോയിപ്പ എനിക്ക് തന്നെ അസുഖമാണ്. അവള് പണിയെടുത്ത് വീട്ടിലേക്ക് പോയിപ്പ വീട്ടിൽ വണ്ടി സൂക്ഷിക്കാൻ പോയതാണ്. അപ്പൊ ഞാൻ തടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അയാൾ ആ പോവാൻ ഇങ്ങനെ അതെ. ആ വീട്ടിൽ നിങ്ങൾ എത്ര വർഷമായി ആ വീട്ടിൽ താമസിക്കുന്നു? വർഷം ജനിച്ചു വീണപ്പോ 150 വർഷമായിട്ടുണ്ട് സാറേ. അല്ലാണ്ട് ഞങ്ങള് വന്നു കയറിയതല്ല. നുണ പറയണ എന്തിനാ? ഞങ്ങള് വന്നു കയറിയതല്ല. ഞങ്ങള് ജനിച്ച ഭൂമിയാ. അപ്പൂപ്പന്മാരുടെ കാലത്തുള്ളതാ. ഒരാക്കടെ ഭൂമി ഞങ്ങള് കൈ കയറിയിട്ടില്ല സാറേ. അല്ല ഒരുത്തിന്റെ ഭൂമി ഞങ്ങൾക്ക് വേണ്ട. ഇയാള് ഗവൺമെന്റിൽ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഏറ്റെടുക്കട്ടെ. ഇത് ഗവൺമെന്റ് സർക്കാർ ഭൂമിയും വീടും വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സർക്കാർ വീടും തന്നെ ഞങ്ങൾ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഞങ്ങൾക്ക് വീട് സ്ഥലവും വേണം. ഞങ്ങള് ഒന്നുമില്ലാതെ മക്കളെ വയസ്സായവരെ ക്യാൻസർ രോഗിയായ അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ പറ, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു പറ. അതുപോലെ കുട്ടികൾക്ക് മർദ്ദനം വേണ്ടി 2-3 കുട്ടികൾക്ക് അവർക്കൊക്കെ വലിച്ചു ചിറ്റിച്ച് ഒരാൾക്ക് നെഞ്ചിനൊക്കെ പറ്റി പറ്റിയിട്ടുണ്ട്. ആ കൊളന്തിയെ ഒരു പെണ്ണിനെ ആശുപത്രി കൊണ്ടുപോയേക്കാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളെ രക്ഷിക്കാൻ. ഹലോ യെസ് റഫീഖ്, അവർ വലിയ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസിനെതിരെയും വനിതാ പോലീസ് ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? വനിതാ പോലീസുകാരൊന്നും ഉണ്ടായിരുന്നില്ലേ? ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് വനിതാ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പുരുഷ പോലീസുകാരാണ് തങ്ങൾ ആക്രമിച്ചതെന്നും ഉപദ്രവിച്ചതെന്നുള്ള പരാതിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച 4 സ്ത്രീകളടക്കം അവർ ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് വനിതാ പോലീസിൽ ഞങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ വന്നു നിന്നിരുന്നു. പക്ഷേ ഈ പോലീസ് ആക്ഷൻ നടപടി ഉണ്ടായപ്പോൾ പുരുഷ പോലീസുകാരാണ് വന്നത്. അതുപോലെ തന്നെ പോലീസ് ജീപ്പിലേക്ക് വരെ 3 സ്ത്രീകളെ വലിച്ചു കയറ്റിയത് പുരുഷ പോലീസുകാരാണ്. വനിതാ പോലീസുകാർ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ അവരെ ആക്രമിച്ചു. അതുപോലെ തന്നെ നമ്മളോട് സംസാരിച്ച സ്ത്രീ പറഞ്ഞിരുന്നു അവർ നെറ്റിയിലടിച്ചതും പുരുഷ പോലീസുകാരാണ് എന്നുള്ളതാണ്. തുടർച്ചയായി പോലീസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുരുഷ പോലീസിന്റെ നടപടിയാണ്. പുരുഷ പോലീസാണ് തങ്ങളെ സ്ത്രീകളെല്ലാവരെയും മാറ്റിയത്. സ്ത്രീകളാണ് മുൻപന്തിയിൽ നിന്നിരുന്നത് ആദ്യമേ സമരത്തിന്റെ. അവരെ മാറ്റിക്കൊണ്ടാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത്. യെസ്, ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസിനെതിരെ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. റഫീഖ് പറഞ്ഞോളൂ. അതീവ ഗുരുതരമായുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയുടെ വയറ്റത്ത് ചവിട്ടി, നെഞ്ചിന് ചവിട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീയെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നുകൂടി ഇവര് ആരോപിക്കുന്നുണ്ട്. നമുക്ക് ആ സ്ത്രീകളോട് തന്നെ ചോദിക്കുന്നുണ്ട്.